മുഖ്യമന്ത്രി നടത്തുന്ന ജനസമ്പർക്ക പരിപാടികൾ ഫലത്തിൽ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിനുള്ള വേദിയാക്കി മുഖ്യമന്ത്രി മാറ്റുകയാണ്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടികളിൽ പട്ടികജാതി പട്ടികവർഗക്കാരെയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെയും എല്ലാം ക്ഷണിച്ചു വരുത്തി അവരെ അപമാനിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദിവാസികൾക്കും ദളിതുകൾക്കും വേണ്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഇറക്കിവിട്ട മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ശ്രീ ചെറുവയൽ രാമൻ നടത്തിയ പരാമർശം പത്രക്കാരെ ഇത്തരം വേദികളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ രാമൻ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എന്നുള്ള ആക്ഷേപമാണ് മുഖ്യമന്ത്രി നടത്തിയത്. എന്ന് പറഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് രാജ്യം പത്മശ്രീയൊക്കെ നൽകിയ ആളുകളെ വിളിച്ചു വരുത്തി അവരെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ അതിനെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ചില ആളുകൾ, പരിപാടിയിൽ പങ്കെടുത്ത ചില ആളുകൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിനെതിരെ മുഖ്യമന്ത്രി വളരെ മോശമായ ഭാഷയിലാണ് അവരോടെല്ലാം പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക യാത്രകൾ കേവലമായ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള യാത്രകളാണ്. എതിരഭിപ്രായങ്ങളെയെല്ലാം അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മകളുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം, അതിൻ്റെ ഗൗരവസ്ഥിതി മനസ്സിലായ മുഖ്യമന്ത്രി സമനില തെറ്റിയ പോലെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയിട്ടുള്ള ഈ മാസപ്പടി കേസ് ഒരു ചെറിയ കേസല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് ശരിയായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. SFIO അന്വേഷണവും കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ വിവിധ അന്വേഷണങ്ങളും കോടതിയുടെ നിരീക്ഷണവുമെല്ലാം മുഖ്യമന്ത്രിയെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം മുഖ്യമന്ത്രി കെട്ടിപ്പൊക്കിയ ഒരു പാർട്ടിക്കകത്തെ ഒരു പ്രതിച്ഛായ, താൻ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത നേതാവാണ് എന്നുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് നഷ്ടമാവുന്നു. തൻ്റെ തെറ്റുകൾ പുറത്തേക്ക്, പാർട്ടിക്കകത്തും പുറത്തേക്കും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നുള്ള തിരിച്ചറിവാണ് മുഖ്യമന്ത്രിയെ ഇത്രയും അസ്വസ്ഥനാക്കുന്നത്. മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലല്ല പ്രവർത്തിക്കുന്നത്, ഒരു കേവലമായ പിതാവ് എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ സമനില മാറിയിരിക്കുക. മുഖ്യമന്ത്രിയുടെ മകൾക്കും തനിക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ ക്ഷീണം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവാണ് ഇതിന് കാരണമായി മാറിയത്. മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ നടപടികളും, ഗവൺമെന്റിന്റെ എല്ലാ നീക്കങ്ങളും ഇത്തരത്തിൽ ഒരു വ്യക്തിയെ സഹായിക്കാൻ നിയമ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു, പാർട്ടി സംവിധാനങ്ങളെ ഉപയോഗിക്കുകയാണ് മുഖ്യം. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ പോലെ പാർട്ടിയെയും സർക്കാരിനെയും എല്ലാം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. അപ്പോൾ അതെല്ലാം മറച്ചുവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ പ്രഗത്ഭരായ വ്യക്തികളെ അണിനിരത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളിൽ ചില കൂട്ടർ എന്തോ വലിയ ആനക്കാര്യം ഇവിടെ സംഭവിച്ചതുപോലെയാണ് ഈ LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയെപ്പറ്റി വിശദീകരിക്കുന്നത്. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു. നിങ്ങളുടെ പല ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ എന്തോ മഹാ അത്ഭുതം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു, വലിയൊരു ടീമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഈ വലിയ ടീം? പല്ലൊഴിഞ്ഞ സിംഹങ്ങളെയാണ് LDF സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു പ്രഗത്ഭന്മാരെയുമല്ല. പല്ലൊഴിഞ്ഞ സിംഹങ്ങൾ, ഒന്നിനും ഗതി പിടിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുകയാണ്. എന്തോ മഹാകാര്യം ചെയ്ത പോലെയാണ്. പാലക്കാട് വിജയരാഘവൻ, ഞാൻ നോക്കുമ്പോൾ അയാൾ കോഴിക്കോട് ദയനീയമായി പരാജയപ്പെട്ട തവണ, കഴിഞ്ഞ തവണ പിന്നെ BJPയുടെ അടുത്ത വോട്ടേ അയാൾ കിട്ടിയിട്ടുള്ളൂ. കോഴിക്കോട് അതിഭീകരമായി പരാജയപ്പെട്ടു വന്ന ആളാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് പറഞ്ഞിരിക്കുന്നത്
വൻ നേതാവിനെ അണിനിരത്തിയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം കഴിവില്ലാത്തതിൻ്റെ പേരിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയവരെ മുഴുവൻ കൊണ്ടുവന്നിട്ടിപ്പോൾ ഭയങ്കരന്മാരെ